ആദ്യമായി നമ്മൾ സിനിമ കാണുന്ന സമയത്ത് എല്ലായിടത്തും ഒരു പ്രയാസമായിരുന്നു നമുക്കെല്ലാവർക്കും ഉണ്ടായത്. ആ കഥാപാത്രമായി മാറുന്നൊരവസ്ഥയുണ്ടായി നവാസ്ക. അത് അഭിനയത്തിലായാലും സംസാര രീതിയിലായാലും നവാസ്കക്ക് വേണ്ടി അവസാനമായി എനിക്ക് ആ ശബ്ദം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എനിക്കുള്ളൊരു സമാധാനം. കാരണം നമ്മൾ ഒന്നിച്ച് അഭിനയിച്ചു, അതും മറ്റൊരു കാര്യം. ഒരുപാട് വിഷമമുണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരാശ്വാസമായി എനിക്ക് തോന്നുന്നുണ്ട്. കലാഭവൻ നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. അദ്ദേഹം ആ സിനിമയിൽ രംഗങ്ങളൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിരുന്നുവെങ്കിലും ശബ്ദം കൊടുത്തു തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ ഡബ്ബിംഗ് ചെയ്തത് പയ്യന്നൂർ കാങ്കോൽ സ്വദേശിയായ അബ്ദുൾ സമീറാണ്. അബ്ദുൾ സമീർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ കലാഭവൻ നവാസിന് ശബ്ദം കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തി? ഞാൻ ആദ്യമായിട്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ വിജേഷ് പാണത്തൂർ അദ്ദേഹത്തിൻ്റെ പ്രകമ്പനം എന്ന സിനിമയിലേക്ക് എനിക്കൊരു അശോകൻ എന്നൊരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പോകുന്നത്. അങ്ങനെ നമ്മുടെ ഷൂട്ടിങ് പൂർത്തിയായി. ഡബ്ബിങ് സമയത്ത് എൻ്റെ ഡബ്ബ് ചെയ്യുന്ന സമയത്ത് വിജയ് പറഞ്ഞു നവാസ്ക ഇല്ല, അപ്പോൾ എന്തായാലും സൗണ്ട് ചെയ്യണം, അപ്പോൾ നിങ്ങളുമായിട്ട് ചെറിയൊരു സാമ്യം കാണുന്നുണ്ട്, അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അങ്ങനെ നവാസ്കയുടെ കുറച്ച് ഡയലോഗ് ചെയ്തു. അങ്ങനെ അവരത് നോക്കി എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നതാണോ എന്നുള്ള രീതിയിലൊരു പരിശോധന നടത്തി. അത് ഏറെക്കുറെ റെഡിയായി വന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നവാസ്കയുടെ മുഴുവൻ ഡയലോഗും ഞാൻ പൂർത്തിയാക്കി. ഇപ്പോൾ സിനിമ പ്രകമ്പനം നമുക്കെല്ലാവർക്കും അറിയാം, നല്ല രീതിയിൽ ഓടുന്നുണ്ട്, നല്ല പ്രതികരണമുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത റോള് അശോകൻ എന്ന് പറയുന്ന കഥാപാത്രവും അതുപോലെ നവാസ്കയുടെ സൗണ്ടും നല്ല രീതിയിൽ തന്നെ എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കുടുംബമൊക്കെ സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്തെങ്കിലും മറുപടി അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതികരണം നടത്തിയിരുന്നു? നവാസ്കയുടെ ഭാര്യ അതുപോലെ മക്കൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നവർക്കൊരു പ്രത്യേകമായി ഒന്നും പറയാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഉണ്ടായത്. നമ്മളും അങ്ങനെയാണ്. കാരണം നവാസ്ക നമ്മുടെ ഒന്നിച്ചില്ല. നവാസ്കയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലൊരു പ്രത്യേക ഒരു ക്യാരക്ടർ, ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് നവാസ്ക ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ആ അദ്ദേഹത്തിന് ചെയ്ത റോളും ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതെല്ലാം കാണുമ്പം ആദ്യമായി നമ്മൾ സിനിമ കാണുന്ന സമയത്ത് എല്ലായിടത്തും ഒരു പ്രയാസമായിരുന്നു നമുക്കെല്ലാവർക്കും ഉണ്ടായത്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയായിട്ടാണ് അതിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത്. താങ്കളും കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ ആ രീതിയിൽ ഡബ്ബിങ്ങിനെ കൂടുതൽ സഹായിച്ചിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും. അദ്ദേഹം കണ്ണൂർ സ്വദേശിയായി ഒരുപാട് നവാസ്ക ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും ആ കഥാപാത്രമായി മാറുന്നൊരവസ്ഥയുണ്ടായി നവാസ്ക. അത് അഭിനയത്തിലായാലും സംസാര രീതിയിലായാലും. അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ അതിൽ ഗുണമുണ്ടായി എന്ന് പറയുന്നത് ഞാൻ കണ്ണൂക്കാരനായതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി എനിക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വലിയൊരു കലാകാരനായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരാൾക്ക് അവസാനമായി ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു സന്തോഷമല്ല. അതാണ് ഏറെ വിഷമമുള്ളൊരു കാര്യമാണെങ്കിലും നവാസ്കക്ക് വേണ്ടി അവസാനമായി എനിക്ക് ആ ശബ്ദം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എനിക്കുള്ളൊരു സമാധാനം. കാരണം നമ്മൾ ഒന്നിച്ച് അഭിനയിച്ചു, അതും മറ്റൊരു കാര്യം. ഞാൻ ആദ്യമായി അഭിനയിക്കുന്നു. ഇതുപോലുള്ള നവാസ്കയോട് ഒന്നിച്ച് എനിക്ക് അഭിനയിക്കാൻ വേണ്ടി സാധിച്ചു. ഒപ്പം അദ്ദേഹത്തിന് എനിക്ക് ശബ്ദം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് വിഷമമുണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരാശ്വാസമായി എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അദ്ദേഹം വിട്ടുപിരിഞ്ഞതിലുള്ള സങ്കടം അത് പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ അവസാനമായി അദ്ദേഹത്തിന് ശബ്ദം നൽകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ് പയ്യന്നൂർ കാങ്കോൽ സ്വദേശിയായ അബ്ദുൾ സമീർ. റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.